നാളെ 8-ാം തീയതി എൻ്റെ ഡാഡിയുടെ ഓർമ്മ ദിവസമാണ്. 2022 ജനുവരി 8-ാം തീയതിയാണ് ഡാഡി പോയത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എല്ലാം. അതായത് ആ ഒരു സമയത്ത് കൊറോണയൊക്കെ ഉള്ളൊരു സമയമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു എന്താ പറയുക, ഒരു അഡ്വർടൈസിങ്ങിൻ്റെ ഒരു ബിസിനസ് കോണി ക്ലബ്ബ് എന്നുള്ള പേരിൽ നമ്മൾ തളിക്കുളത്തൊക്കെ തുടങ്ങിയിട്ട് കൊറോണ 2-ാം ഘട്ടം വന്നപ്പോൾ മൊത്തത്തിലത് കുറച്ചൊക്കെ ഡൗണായി. കുറച്ചല്ല, നല്ല രീതിക്ക് അത്. അപ്പോൾ റെൻ്റ് ഇങ്ങനെ നമ്മളെല്ലാ മാസവും കൊടുക്കുന്നു, പിന്നെ ഈ പറഞ്ഞ പോലെ കറണ്ട് ബില്ലും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു എന്നല്ലാണ്ട് ഇങ്ങോട്ടൊരു ഇൻകം ഇല്ല. അപ്പോൾ നോക്കുമ്പോൾ ഗൾഫിൽ പിന്നെയും കുറേ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഗൾഫിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ, കാരണം അവിടെ ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ. അതല്ലെങ്കിൽ വേറെ ജോലി കിട്ടുകയാണെങ്കിൽ അങ്ങനെ നോക്കാം. അങ്ങനെയാണ് ഞാൻ അജ്മാനിലേക്ക് പോണത്, അനിയൻ്റെ അടുത്തേക്ക്. അപ്പോൾ അവിടെ ചെന്ന് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു മാസം കഴിഞ്ഞു, ഏകദേശം ഒരു 1.5 മാസം ആവാറായപ്പോൾ ചെറിയ ഫ്രീലാൻസ് വർക്കുകളൊക്കെ കിട്ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കാനുള്ള വർക്കുകളൊക്കെ കിട്ടി. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോൾ ഡാഡിക്ക് ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ഒരു ദിവസം അമ്മയൊക്കെ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, തീരെ ആൾക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഡാഡി ഒരു ദിവസം വീഡിയോ കോളിൽ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു വന്നിട്ട് പറഞ്ഞു, മോനെ ഇപ്പം എന്നോട് പറഞ്ഞു, നീ വരുമ്പോഴേക്കും അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പോരാൻ തീരുമാനിച്ചു. അപ്പം എൻ്റെ അടുത്ത് പലരും പറഞ്ഞു, നീ വെറുതെ വരാൻ നിൽക്കണ്ട, നീ ജോലിയിൽ കുറേ കൂടി ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പക്ഷേ എനിക്ക് തീരെ പറ്റണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഡാഡി അങ്ങനെ പറയാറില്ല. കുറേ പേര് പറഞ്ഞു എൻ്റെ അടുത്ത്, എടാ നീ ഇത്രയും പൈസയൊക്കെ ചിലവാക്കിയിട്ട് അജ്മാനിലേക്ക് വന്നിട്ട് എന്ത് പരിപാടി കാണിക്കണം, പെട്ടെന്ന് ഇങ്ങനെ പോണ കാര്യങ്ങളൊക്കെ നീ കുറച്ചും കൂടി നിൽക്ക്. അത് ഡാഡി അങ്ങനെയൊക്കെ പറയും, അത് ഡാഡി ഇങ്ങനെ പറയണമെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ പേര് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പിറ്റേ ദിവസം തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഡാഡീൻ്റെ അടുത്ത് വന്ന് ഇപ്പം തന്നെ ഡാഡി ഉഷാറായി. കുറേ ദിവസമായിട്ട് ഡാഡി ചെരിഞ്ഞ് പോലും കിടക്കാത്ത ഡാഡി എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഡാഡി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനുണ്ടെങ്കിൽ ഡാഡി കുറേ കൂടി ഉഷാറാവും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഡാഡീനെ എനിക്ക് കൂളാക്കാൻ പറ്റും, ഇതുപോലെ തന്നെ എഴുന്നേറ്റ് നടത്താൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ തിരിച്ചു വന്നത്. അല്ലാതെ വേറെ ഡാഡി പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല വന്നത്. അപ്പോൾ ഞാൻ വന്ന് ഡാഡിയുടെ പഴയ പാട്ടുകൾ, ഡാഡിക്ക് ഒരുപാട് പാട്ടുകൾ കേൾക്കണമൊക്കെ ഇഷ്ടമായതുകൊണ്ട് പഴയ പാട്ടുകളും പിന്നെ ഈ പറഞ്ഞ പോലെ ഡാഡിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പറയലും സംസാരവും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഡാഡിയൊന്ന് ഭയങ്കര ഉഷാറായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ രക്ഷപ്പെട്ടു, എന്താ പറയുക, ഡാഡീനെ ഒന്ന് റിക്കവറാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ അത് അധികം ദിവസം അങ്ങനെ 1-2 ദിവസത്തിൻ്റെ അപ്പുറം അത് പോയില്ല. പിന്നെയും ഡാഡി ഈ പറഞ്ഞ പോലെ തീരെ ഇരിക്കാണ്ട് കെടുപ്പിൽ തന്നെയായി. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഡിസംബർ 23-ാം തീയതി ക്രിസ്മസ് ടൈമിൽ തന്നെയാണ് വരുന്നത്. എന്നിട്ട് ജനുവരി 8-ാം തീയതിയോടുകൂടി ഈ പറഞ്ഞ പോലെ ഡാഡി ഞങ്ങളെ വിട്ട് പോയി. അപ്പോൾ എന്താ പറയുക, എപ്പോഴും ആലോചിക്കുമ്പോൾ ഇപ്പോഴും വല്ലാണ്ട് ഡാഡിനെ മിസ് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ ഒരുപാട് ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളങ്ങനെ സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല ഈ വീഡിയോ തുടങ്ങിയത്, പക്ഷേ പറഞ്ഞു വന്നപ്പോൾ കയ്യിൽ നിന്ന് പോയി. അതുപോലെ തന്നെ അവിടെ നിന്ന് പിന്നീട് എന്താ പറയുക, എൻ്റെ അമ്മായി, അച്ഛൻ്റെ തൊട്ട് മേലുള്ള പെങ്ങൾ, അമ്മായി മരിച്ചത് മറ്റൊരു ജനുവരി 8-ാം തീയതിയാണ്. അമ്മായിയും എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഈ ജനുവരി 8 എന്ന് പറയുന്ന ദിവസം ഉണ്ടല്ലോ, എപ്പോഴും നമുക്ക് ഈ ഒരു ഓർമ്മ എപ്പോഴും വരും. അമ്മായിനെ ഓർമ്മ വരും, അച്ഛനെ ഓർമ്മ വരും. ഈ കുറേ തമാശകളുണ്ട്. അതായത് പണ്ട് ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. അതായത് അടുത്തടുത്ത് ഞങ്ങൾക്ക് തറവാട്ടിൽ നിന്ന് സ്ഥലം ഭാഗം കിട്ടി.
വല്യച്ഛനായിരുന്നു പ്രധാനം. അപ്പോൾ പ്രധാനിയായിട്ടുള്ള ആൾ അച്ഛനൊക്കെ വളരെ ചെറുപ്പത്തിൽ, അതായത് അച്ഛൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിരുന്നു. അപ്പോൾ വല്യച്ഛനാണ് ഞങ്ങളുടെ വീട്ടിലെ കാർന്നവരായിരുന്നത്. കുട്ടിമോൻ വല്യച്ഛൻ എന്ന് പറയും, കൃഷ്ണൻ എന്നാണ് പേര്. അപ്പോൾ അങ്ങനെ വല്യച്ഛൻ്റെ കയ്യിൽ നിന്ന് ഭാഗം കിട്ടി പറമ്പുകളിലാണ് ഞാനും അമ്മായിയും പാപ്പനും, അതായത് ഞങ്ങളുടെ അച്ഛനും ഒക്കെ താമസിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട് നടുവിലും അമ്മായിയുടെ വീട് കിഴക്കേത്, പാപ്പൻ്റെ വീട് പടിഞ്ഞാറ്. അങ്ങനെ വളരെ അതൊക്കെ ഒരു ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ വളരെ രസമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. അപ്പം അന്ന് ഞങ്ങളുടെ വീടൊക്കെ ഈ പറഞ്ഞ പോലെ ടെറസ് വീടായി. അമ്മായിയുടെ വീട് സ്റ്റിൽ ഈ പറഞ്ഞ പോലെ ചോർന്നൊലിക്കുന്ന ഒരു കുടിൽ തന്നെയായിരുന്നു. അപ്പോൾ അമ്മായിക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് പാസ്സായി. പലപ്പോഴും അമ്മായിക്ക് ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അന്നൊക്കെ തോട്ടിൽ നിന്നൊക്കെ നമ്മളെ ഈ തോടുകളിൽ നിന്നൊക്കെ വെള്ളം കയറിയിട്ട് മഴക്കാലത്തൊക്കെ അമ്മായിയുടെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പാമ്പൊക്കെ വരുന്ന രീതിയിലും അങ്ങനെ മീനൊക്കെ കയറി അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു. അമ്മായിയുടെ ഒരു ചെറിയ കുടിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മായിക്ക് വീട് പാസ്സവിടെ. അങ്ങനെ വീട് പാസ്സായി തറ കെട്ടി ഒരുവിധം പണികളൊക്കെ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ചുമരുകളൊക്കെ ആയി വാർപ്പ് വന്നു. അപ്പോൾ വാർപ്പിന് ആക്ച്വലി അമ്മായിക്ക് ഈ പറഞ്ഞ പോലെ പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടും. പക്ഷേ വാർപ്പിന് പൊതുവെ നമ്മുടെ അവിടെ ഒക്കെ ഉള്ളൊരു ചടങ്ങെന്ന് വെച്ചാൽ ഈ വാർക്കാൻ വരുന്ന പണിക്കാർക്കും പിന്നെ തൊട്ടടുത്തുള്ള ആരൊക്കെ ബന്ധുക്കളും എല്ലാവരും വരും സഹായിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഭീമമായിട്ടുള്ളൊരു ഭക്ഷണ ചെലവ് വരാറുണ്ട്. എന്ന് വെച്ചാൽ അന്നൊക്കെ ഇറച്ചിയും പൊറോട്ട അല്ലെങ്കിൽ നല്ല രീതിക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അമ്മായിനെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ അമ്മായിക്ക് അങ്ങനെ വലിയ പണിയൊന്നുമില്ല. മക്കളുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പൈസ അവിടെ നിന്ന് കൊടുത്തൊക്കെ കിട്ടി. പിന്നെ അമ്മായിക്ക് മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓലമടയിൽ പിന്നെ കൈത ഓല കൊണ്ടുണ്ടാവണ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് അതുകൊണ്ട് പായ നെയ്യുക, അതൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല. പിന്നെ അമ്മായിക്കും ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് അമ്മായിനെ സംബന്ധിച്ചിടത്തോളം ഈ വാർപ്പിൻ്റെ ഭക്ഷണ ചെലവ് എന്ന് പറയുന്നത് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അമ്മായി വിചാരിച്ചു, ദൈവമേ ഇതിനിപ്പോൾ ഞാൻ എവിടെ പോയി എന്ത് ചെയ്യും. ആക്ച്വലി ഞാനതൊരു സ്റ്റോറി ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അമ്മായി ഇങ്ങനെ പലപ്പോഴും പാപ്പനും എൻ്റെ അച്ഛനും കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉറക്കെ പ്രാർത്ഥിക്കും, ഒരു ആൺതുണല്ലാണ്ട് പോയല്ലോ, എനിക്കൊരു ആൺമക്കളെ തന്നില്ലല്ലോ, കൂടപ്പുറപ്പുകളുണ്ടായിട്ടും കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഇത് ഡെയിലി അച്ഛൻ രാവിലെ ഇങ്ങനെ ഷേവ് ചെയ്യാനൊക്കെ ഇരിക്കുമ്പോഴും അതുപോലെ പാപ്പന വഴി പോകുമ്പോഴൊക്കെ ഇങ്ങനെ പ്രാർത്ഥന അല്ലെങ്കിൽ പരാതികളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അമ്മായിയുടെ വീട് വാർപ്പിൻ്റെ മേസ്തിരി ജോണിച്ചേട്ടനാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ജോണിച്ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, കൗസല്യച്ച് ഈ ബാക്കിയെല്ലാം ഓക്കെ, വാർപ്പിൻ്റെ ഭക്ഷണത്തിൻ്റെ പൈസ മാത്രം എൻ്റെ തലയിൽ കെട്ടിവെക്കരുത്, അതെന്തായാലും എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അമ്മായി പെട്ടത്. അങ്ങനെ ഒടുവിൽ ഈ പറഞ്ഞ പോലെ അമ്മയൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഡാഡി എന്ത് ചെയ്തു, ഇത് ഏറ്റെടുക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ പറഞ്ഞു, പെങ്ങൾക്ക് ഇപ്പം എന്താ വേണ്ടത്, എല്ലാവർക്കും ഇറച്ചിയും പുറത്തും കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ, അപ്പോൾ അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായി ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ വാർപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് എന്താ പറയുക, ഒരു ദിവസം തീരുമാനിച്ചു. അപ്പോൾ അന്ന് ഫുഡൊക്കെ ഡാഡി ഏറ്റു. പക്ഷെ വാർപ്പിൻ്റെ ദിവസം ഡാഡീനെ കാണാനില്ല. അതായത് രാവിലെ ഡാഡി സ്പോട്ടിലില്ല, എവിടെ പോയിന്നൊരു പിടുത്തില്ല. അന്ന് പിന്നെ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ അമ്മായി രാവിലെ തൊട്ട് ഡാഡീനെ അന്വേഷിക്കുന്നുണ്ട്. അമ്മോട് ചോദിക്കും, അവനെ കണ്ടില്ല, അവൻ മുങ്ങിയ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഡാഡി പൊതുവെ അടുക്കള വാതിലിൻ്റെ അതിൽ തീരെ വരില്ല. ഡാഡിക്ക് ഫ്രണ്ട് ഡോറാണ്, അതിലേ വരാൻ പാടുള്ളൂ, ആണുങ്ങളായി കഴിഞ്ഞാൽ അങ്ങനെ വരണം എന്നൊക്കെയുള്ളൊരു രീതിയിലുള്ള ചിന്തകളൊക്കെയാണ്. പക്ഷെ അന്നത്തെ ദിവസം ഡാഡി വന്നത് അടുക്കള വാതിലിൻ്റെ കൂടെയാണ്. എന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരികയാണ്. അപ്പോൾ ഈ ഇറച്ചിയും പൊറോട്ടയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡാഡി കുറച്ച് മൈദ, പിന്നെ എന്താ പറയുക, ഒരു ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അമ്മ ചോദിച്ചു, അയ്യോ ഇതെന്താ മൈദയൊക്കെ, പൊറോട്ടയല്ലേ വേണ്ട, അപ്പോൾ പൊറോട്ട ഞാൻ അടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നിങ്ങൾക്ക് പൊറോട്ട അടിക്കാൻ, പിന്നെ പൊറോട്ട അടിക്കാണ്ടാണോ, ഞാൻ ബാംഗ്ലൂർ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്നൊക്കെ പറഞ്ഞ് ഡാഡി ഒരിക്കലും പൊറോട്ട അടിക്കാത്ത ആളാണ്. പക്ഷേ ഡാഡി അടിക്കും, ഞാൻ അടിച്ച് കാണിച്ചു തരാം എന്നുള്ള രീതിയിലായി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാഡി പല റെസ്റ്റോറൻറ്റ് ഹോട്ടലുകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ നല്ല ചിലവാണ്. ഈ ഒരു 10-20 പേർക്കുള്ള പൊറോട്ടയും ഇറച്ചിയൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ നല്ല ചിലവാണ്. അന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഡാഡിയുടെ എന്താ പറയുക, ജോലിയിൽ നിന്ന് കിട്ടുന്നൊരു വരുമാനം എന്ന് പറയുന്നത് അതൊരു വലിയൊരു എമൗണ്ടാണ് ഈ ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷേ ഒരു ആവേശത്തിന് ഡാഡി ഏറ്റവും പോയി.
അപ്പോൾ ഡാഡിക്ക് ചെറിയൊരു പിശുക്ക് ചില കാര്യങ്ങളിലുണ്ട്. അപ്പോൾ ഡാഡി വിചാരിച്ചു സ്വന്തമായിട്ട് പൊറോട്ട അടിച്ച് നോക്കാം, ഒരു പരീക്ഷണം ആയിക്കോട്ടെ, അമ്മയുടെ വാർപ്പല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഡാഡി അത് ഏറ്റെടുത്തു. അങ്ങനെ അമ്മ പറഞ്ഞു എന്തേലും കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഡാഡി ഈ പറഞ്ഞ പോലെ പൊറോട്ട അടിക്കാനുള്ള ടേബിളും പരിപാടികളൊക്കെ സെറ്റ് ചെയ്തു. അമ്മയുടെ അടുത്ത് ചൂടുവെള്ളം തിളപ്പിക്കാൻ പറഞ്ഞു, മാവ് കുഴയ്ക്കാൻ. എന്നിട്ട് അപ്പോൾ പാപ്പനും എത്തി. പാപ്പൻ സത്യത്തിൽ ഈ പറഞ്ഞ പോലെ ഡാഡി ഇങ്ങനെ പൊറോട്ട അടിക്കാൻ പോകണമെന്നുള്ളത് ഞങ്ങളൊക്കെ ചെന്ന് പറഞ്ഞപ്പോൾ പാപ്പനും ഇത് കാണാൻ കൗതുകമായി. കാരണം പാപ്പനറിയാം ഡാഡിക്ക് പൊറോട്ട അടിക്കാൻ പോയിട്ട് ഒരു പരിപാടി അറിയില്ല എന്നുള്ളത്. അപ്പോൾ പാപ്പൻ പരിഹസിക്കാനായിട്ട് വേണ്ടി തന്നെ ഡാഡിയുടെ ടേബിളിൻ്റെ കുറച്ച് മാറി അങ്ങനെ അവിടെ ഒരു ഇരിപ്പുറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡാഡി വന്നിട്ട് പൊറോട്ട അടി തുടങ്ങാനായിട്ട് ആദ്യം തന്നെ ഈ മൈദയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു. ചൂടുവെള്ളം ഒഴിച്ച ഉടനെ ബാലപ്പാപ്പൻ കൈ കൊട്ടി ചിരിച്ചു, പറഞ്ഞു എൻ്റെ പൊന്നു വാസേട്ടാ ഈ പച്ചവെള്ളത്തിലാണ് കുഴക്കേണ്ടത്. അപ്പം നീ പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഡാഡി അപ്പം തന്നെ റിയാക്ട് ചെയ്തു. പിന്നെ ഡാഡി ഒരു ലോഡ് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ച് എന്തൊക്കെയോ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴച്ച് ഒരു ലെവലാവാന്നല്ലാണ്ട് ഡാഡി വേർക്കുന്നു ക്ഷീണിക്കുന്നു എന്നല്ലാണ്ട് ഇത് എന്താ പറയുക പൊറോട്ട അടിക്കാനുള്ള ലെവലിലേക്ക് ആവുന്നില്ല. പിന്നെ മാത്രമല്ല ഈ ഡാഡി അടിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും കൂടി ശരിയാവുന്നില്ല. അപ്പോൾ പാപ്പൻ പറഞ്ഞു ബാക്കിയുള്ള മൈദന് വേസ്റ്റ് ആക്കണ്ട, ഞാൻ സെറ്റാക്കി തരാം, എനിക്കറിയാം അപ്പോൾ പാപ്പനാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും എന്താ പറയുക ചിലപ്പോഴൊക്കെ ഈ ഉത്സവ കാലഘട്ടങ്ങളിലൊക്കെ ചില റെസ്റ്റോറൻറ്റുകൾ ഹോട്ടലുകളിലൊക്കെ നിന്ന് പരിചയമുണ്ട്, കണ്ട് പരിചയമുണ്ട്. അപ്പോൾ പാപ്പനറിയാം പൊറോട്ട അടിക്കാൻ. അപ്പോൾ ഡാഡി പക്ഷേ ഈഗോ കാരണം പാപ്പനോട് പറഞ്ഞു നീ പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് പാപ്പനങ്ങോട്ട് ഓടിപ്പിച്ചു വിട്ടു. അപ്പം അങ്ങനെ ഈ പറഞ്ഞ പോലെ പാപ്പൻ പെട്ടെന്ന് തന്നെ പാപ്പൻ അപ്രത്യക്ഷനായി. ഡാഡി പറഞ്ഞ പോലെ എന്തായാലും പൊറോട്ട അടക്കം എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ചിക്കൻ വെച്ചിട്ട് കുറേ ഉരുളക്കിഴങ്ങും എന്തൊക്കെയോ ചേർത്ത് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് കലത്തിൽ. അങ്ങനെ ഈ സീൻ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാപ്പൻ പെട്ടെന്ന് ഒരു 2-3 കിലോ മൈദയൊക്കെ ആയിട്ട് വന്ന് പുതിയൊരു ടേബിൾ സെറ്റ് ചെയ്തു. അവിടെ പാപ്പൻ ശരിക്കൊരു പൊറോട്ട മാസ്റ്റർ പോലെ നിന്നുകൊണ്ട് ഗംഭീരമായിട്ട് പൊറോട്ട അടിച്ചു. അതോടുകൂടി ഞങ്ങൾ കുട്ടികളൊക്കെ ഡാഡിയുടെ ടേബിളിൻ്റെ ചുറ്റും നിന്നിരുന്ന കുട്ടികൾ ഒക്കെ പാപ്പൻ്റെ അടുത്തേക്ക് പോയി. പാപ്പൻ്റെ പെട്ടെന്ന് തന്നെ പാപ്പൻ്റെ ഒരു ആരാധകരായി മാറി ഞങ്ങൾ. ഇത് കണ്ടോടുകൂടി ഡാഡിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. കാരണം ഡാഡി ഒന്നുമല്ലാത്ത രീതിയിലേക്ക് ആയിപ്പോയല്ലോ. അപ്പം അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിക്കുക, കളിയാക്കുക, ഇങ്ങനെയുള്ള സീൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡാഡി അമ്മായിയോട് ചോദിച്ചു. അപ്പോൾ അമ്മായി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മായിയോട് ചോദിച്ചു പെങ്ങളെ നമുക്കിപ്പോൾ പൊറോട്ട തന്നെ വേണമെന്നുണ്ടോ, ചപ്പാത്തി ആയാലും പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടോടുകൂടി അമ്മായിക്ക് ദേഷ്യം വന്നു. അപ്പോൾ അമ്മായി പറഞ്ഞു എടാ നിനക്ക് പറ്റാത്ത പണിയാണ്, നീ എന്തിനാണ് അത് ഏറ്റെടുത്തത്, ആ ബാലനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നില്ലേ, അവൻ അസലായിട്ട് പൊറോട്ട അടിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അതോടുകൂടി ഡാഡിക്ക് കൺട്രോൾ പോയി. ഡാഡി പറഞ്ഞു അതെ എന്നെ കളിയാക്കി കഴിഞ്ഞ് ഞാൻ ആരുമില്ലാത്ത സമയത്ത് ഞാനുണ്ടായിരുന്നുള്ള പെങ്ങൾക്ക് എന്നെ ഇങ്ങനെ കളിയാക്കി കഴിഞ്ഞ് ഞാൻ ഈ കാണുന്ന സാധനമൊക്കെ എടുത്തിട്ട് നേരെ തോട്ടിലേക്ക് എറിയുന്നൊക്കെ പറഞ്ഞ് ഡാഡിക്ക് ദേഷ്യം വന്നു. അപ്പോൾ അതോടുകൂടി അമ്മായി സൈലൻ്റായി. അങ്ങനെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ചിക്കൻ കറിയായി, ഡാഡി ചപ്പാത്തിയിലേക്ക് കടന്നു, പാപ്പൻ്റെ പൊറോട്ട സെറ്റായി, വിളമ്പുന്ന രീതിയിലേക്ക് എത്തി. അപ്പോൾ പണിക്കാരൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ട് പൊറോട്ട ചിക്കൻ കറി കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ ഡാഡി പാപ്പൻ പറഞ്ഞിങ്ങനെ നല്ല അസൽ പൊറോട്ടയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളമ്പുന്നുണ്ട്. അപ്പോൾ ഡാഡി കൊണ്ടുപോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഡാഡി എൻ്റെ ഇടയിൽ ഇതേ നല്ല ചപ്പാത്തി ഉണ്ട്, നല്ല മിനുസുള്ള ചപ്പാത്തിയാണ്, അടിപൊളി ചപ്പാത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചപ്പാത്തി, പിന്നെ അമ്മ ചിക്കൻ കറി എടുത്ത് വിളമ്പുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ കറിയിൽ ചിക്കൻ്റെ ഒരു പീസ് പോലും ഇല്ല, എല്ല് കുറച്ച് വീണു എന്നല്ലാണ്ട് ബാക്കി എല്ലാ സൂപ്പിലെ പോലെ ആകെ അടിഞ്ഞു പോയി. അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളാണ് പലർക്കും കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ജോണി ചേട്ടൻ ചോദിച്ചു ഇതെന്താ സംഭവം, ഇത് മാങ്ങയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതോടുകൂടി എല്ലാവരും ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാഡിയുടെ ഈ വാർപ്പിന് ഭക്ഷണം കൊടുക്കുന്ന സംഗതി ഫ്ലോപ്പായി. പക്ഷേ ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ ആക്ച്വലി ഡാഡി അത് ചില ശ്രീനിവാസ സിനിമയിലൊക്കെയാണ് നമ്മളിത് കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ രംഗങ്ങൾ. അപ്പോൾ ഡാഡി എന്ന ആ വാർപ്പ് കോൺഫിഡൻ്റായിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ് അമ്മയുടെ വാർപ്പ് ഒരു പരിധിവരെ ഭംഗിയായിട്ട് കഴിഞ്ഞതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ആരും ഏറ്റെടുക്കാൻ ഉണ്ടായിരുന്നില്ല. അതുപോലെ അന്നത്തെ ആ ചിക്കൻ കറി, കുറേ ഉരുളക്കിഴങ്ങ് മാത്രമുള്ള ചിക്കൻ്റെ ടേസ്റ്റ് ചെറുതായിട്ടുള്ളൊരു കറി, അതിപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്.
അപ്പോൾ അമ്മായിനെയും ഡാഡിനെ ഇപ്പം ആലോചിക്കുമ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു വാർപ്പിൻ്റെ ഒരു സംഭവമൊക്കെയാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് അമ്മായിനെ കുറിച്ച് ആലോചിക്കുമ്പോഴായാലും, ഡാഡിനെ കുറിച്ച് ആലോചിക്കുമ്പോഴായാലും, ബാലപ്പാപ്പനെ കുറിച്ച് ആലോചിക്കുമ്പോഴായാലും, വെല്ലിച്ചിനെ കുറിച്ച് ആലോചിക്കുമ്പോഴായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും. ഞാനിങ്ങനെ കഴിഞ്ഞ ലൈവിലോ എപ്പോഴോ പറഞ്ഞിരുന്നു തോന്നുന്നു. അതായത് നമ്മൾ ഒരു 40 വയസ്സൊക്കെ ആകുമ്പോൾ പലപ്പോഴും നമുക്ക് പ്രിയപ്പെട്ട പല ആൾക്കാരും പോവും. ഇപ്പം അച്ഛൻ്റെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രായമുള്ള ബന്ധുക്കൾ, പിന്നെ ഞങ്ങൾ പണ്ട് അയൽപക്കത്ത് കളിച്ചിരുന്ന ആൾക്കാരുടെ അവരങ്ങനെ ആ ഒരു 40, എനിക്ക് 40 വയസ്സാണ്. അപ്പോൾ എനിക്ക് 40 വയസ്സ് ആകുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ വിട്ടു പോകുന്ന ഒരു കാഴ്ച, അത് ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ എന്താ പറയുക, ജീവിതം അങ്ങനെ മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. അതായത് ഈ പറഞ്ഞ വേദനകളും ഓർമ്മകളും ഒക്കെ ഉണ്ടെങ്കിലും എന്താ പറയുക, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ചേ മതിയാവും. എന്നാൽ ഇടയ്ക്ക് നമ്മളെ ഓർക്കുമ്പോൾ ഒരു പെയിനും പിന്നെ എന്താ പറയുക, പല രീതിയിലുള്ള ഇമോഷൻസ്, മിക്സഡ് ഇമോഷൻസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന നാളെ ഡാഡിയുടെ ഓർമ്മദിനാണ്, അമ്മായിയുടെ ഓർമ്മദിനാണ്. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും അവരെ ഓർത്ത് അവർക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് പോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ദാറ്റ്സ് ഓൾ. നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. എന്നിരുന്നാലും ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രം. തൽക്കാലം ഈ ഒരു വീഡിയോ വെച്ച് നിർത്താണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ. താരകയോ നീല താമരയോ നിൻ താരണി കണ്ണിൽ കതിർ ചൊരിഞ്ഞു. വർണ്ണമോഹമോ പോയ ജന്മപുണ്യമോ നിൻ മാനസത്തിൽ പ്രേമമധു പകർന്നു. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻ ചിരി